നീ അങ്ങോട്ട് നോക്കി. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. എന്തുകൊണ്ട് മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുത്തില്ല, അല്ലെങ്കിൽ കൊടുക്കുന്ന വിഷയത്തിനകത്ത് ഇടപെടണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴൊരു ആശ്വാസമായോ ഇന്നത്തെ സംഭവങ്ങളെല്ലാം അറിഞ്ഞു? ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. വേദനയുണ്ടോ? ഇല്ല. ഈ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നാണ് പറയുന്നത്. സർക്കാർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇഷ്ടം പോലെ പണമുണ്ടോ? പണമില്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു മാസം ഇങ്ങനെ കറങ്ങി അടിക്കണേ, ഈ വിനോദയാത്ര നടത്തണേ എങ്ങനെയാ? ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. പിന്നെ മറിയക്കുട്ടി ചേച്ചി 2016 മുമ്പ് കണ്ടില്ലായിരുന്നു കേട്ടാ. ഈ പെൻഷൻ കൂടി 18 മാസം ഉണ്ടായിരുന്നപ്പ. എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? പെട്രോളിന്റെ കാശുണ്ടല്ലോ, ഒരു ലിറ്ററില് 2 രൂപ വെച്ച് പെൻഷൻ മേടിക്കണ്ട്. ഞങ്ങളുടെയൊക്കെ നികുതി പണം മേടിക്കണ്ട്. ഇവരുടെ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുപോകണ്ട. അത് ഇഞ്ഞ് തന്നാ മതി ഞങ്ങക്ക് ജനങ്ങൾക്ക്. പഴയ ആളൊന്നുമല്ലാട്ടോ. ആർക്കു വേണ്ടിയാ വിനോദയാത്ര നടത്തിയ? ഒരു റേഷൻ ഇല്ല ഞങ്ങക്ക്, ഈ പറഞ്ഞ ഒരു വസ്ത്രമില്ല, ഒരു ആഹാരവും ഇല്ല, ഈ പറഞ്ഞ ഒന്നുമില്ല. അപ്പൊ ഇവരാർക്ക് നടത്തണം? എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു. പെൻഷൻ ഇല്ലെങ്കിൽ ഇവർ ഇറങ്ങിപ്പോട്ടെന്ന്. ഇവരോട് ആരും അവിടെ ഇരിക്കാൻ പറയണേ? ഈ പിണ്ടായി ഇറങ്ങിപ്പോട്ടെ. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ പറഞ്ഞു. പരാതിയൊക്കെ പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന യാത്രയാണെന്നാണ് സർക്കാർ പറയുന്നത്. അത് വിശ്വസിക്കുന്നേ ഇല്ല അല്ലേ? ഈ സർക്കാർ പറയണ ഒരു മനുഷ്യൻ പോയിട്ട് ഒരു മൃഗങ്ങൾ വരെ വിശ്വസിക്കുകയല്ലോ. അയാളുടെ വാ തുറന്ന കാലം നുണയല്ലേ? കടകള് തകർക്കല്, മീൻ പാര്, എവിടെയെങ്കിലും 1 കിലോ മീൻ വെച്ചിട്ടുണ്ട്, അത് കൈയിട്ട് പാരില്ല, അത് തല്ലിപ്പൊളിക്കല്. ഇവർക്ക് പാരമ്പര്യ ജോലിയത് ഇവരുടെ ഈ CPM-ന്റെ. നമുക്ക് ചായ കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ. കേന്ദ്രം കേന്ദ്ര സർക്കാർ കൊടുക്കണത് ഇവര് വിഴുങ്ങാതെ തന്നാ മതിയായിരുന്നല്ലോ. ആ പെട്രോൾ മേടിക്കണേന്റെ നികുതി അവരെന്തിനാ 2 രൂപ പിടിക്കണം? ഒരു മുഖ്യമന്ത്രിനെ ഞാൻ ജനിച്ചിട്ട് കണ്ടിട്ടില്ല. ഇതുപോലെ ഒരു മുഖ്യമന്ത്രി, ഇത്ര വൃത്തിയായിട്ടുള്ള മുഖ്യമന്ത്രിനെ ഞാൻ ജനിച്ചിട്ട് കണ്ടിട്ടില്ല. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? തട്ടുകടയിലെ പ്രണയലീല. ഓ ഗുഡ്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷേ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടാണ് മറിയക്കുട്ടി ഈ രീതിയിൽ പറയുന്നത്. ഞാൻ ആദ്യം BJP-യിലായിരുന്നു, പിന്നെ RSS-ലായിരുന്നു, പിന്നെ മുസ്ലിം ലീഗിലായിരുന്നു. അത് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ പിണറായിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. ഞാൻ ഞാൻ പോകുന്നു. ബൈ ബൈ.